ഓക്കെ, 40 പേരേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഉള്ളത് വെച്ചിട്ടെടുക്കാം. അപ്പോൾ ഇന്നെടുക്കാൻ പോകുന്നത് വിൻഡോസ് ഷിയർ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ. സ്ലൈഡ് കാണാമോ എന്ന് പറയണേ. കാണാമോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി നോക്കാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് ആണ്. നമ്മൾ നേരത്തെ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബെൻഡിങ് മൊമെൻറ്റ്, ഫ്ലെക്ചറൽ ഫോർമുല, അതായത് ബെൻഡിങ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. അതിനകത്തായിരുന്നു നമ്മൾ ഇക്വേഷൻ പഠിച്ചത് M/I ഈക്വൽ ടു, പിന്നെന്ത് പറഞ്ഞു, ഈക്വൽ ടു σ/y ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു E/R എന്ന് പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ ഈ പർട്ടിക്കുലർ ഇക്വേഷനെയാണ് നമുക്ക് ഫ്ലെക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് സിഗ്മ എന്നുള്ളതായിരുന്നു നമ്മൾ അവിടെ പറഞ്ഞ ബെൻഡിങ് സ്ട്രെസ്. ഇതായിരുന്നു ബെൻഡിങ് സ്ട്രെസ്. അപ്പോൾ ഈ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എങ്ങനെയാണ് ഉണ്ടാവുക? ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ യൂഷ്വലി പഠിച്ചിട്ടുണ്ട്, ഒരു ബീമുണ്ട്. ആ ബീമിൽ, ഞാൻ ഒന്നുകൂടി പറയാം, ആ ബീമിൻ്റെ രണ്ട് എൻഡും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എൻഡിൽ കാൻഡിലിവർ ബീം ആണെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇങ്ങനെ വരുന്ന രണ്ട് എൻഡ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇവിടെ ഒരു പോയിന്റ് ലോഡ് സെൻറ്ററിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വേറൊരു പോയിന്റ് ലോഡ് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ആക്ച്വലി ഇവിടെ എന്തുണ്ടാവും? ഒരു മൊമെൻറ്റ്. അതിനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വെച്ചിട്ട് വരച്ചത്. അപ്പോൾ ഈ മൊമെൻറ്റ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സിനെയാണ് എന്ത് പറയുന്നത്? ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനിയും ഇവിടെ നിങ്ങൾക്കറിയാം, ഇത് കൂടാതെ എന്താണ് ഉണ്ടാവുന്നത്? ഇവിടെ ഹലോ സാർ, എന്തെങ്കിലും എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. കാണുന്നില്ലേ? ഓ, നേരത്തെ പറയണ്ടടാ, ആരെങ്കിലും പറഞ്ഞത് നന്നായി. എനിക്ക് ഇതിപ്പോ കാണാമോ? ഇപ്പൊ കാണാം സാർ. ഒരു മിനിറ്റ്. ഓക്കെ, ഫൈൻ. ഇപ്പൊ കാണാമോ? യെസ് സാർ, കാണാം. ഓക്കെ. അപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്നത്, നമുക്ക് M/I ഈക്വൽ ടു σ/y ഈക്വൽ ടു E/R എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ. അതായത് ഞാനിപ്പോൾ ഈ ടിക്ക് ചെയ്ത് വരുന്നുണ്ടോ? ഇല്ല സാർ. ഇപ്പോൾ ഒരു ടിക്ക് ചെയ്ത് വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഇല്ല. ഇങ്ങനെ വെക്കുമ്പോൾ ടിക്ക് കാണുന്നുണ്ടോ? ടിക്ക് വന്നായിരുന്നു സാർ, പിന്നെ ഡിലേ ആവുന്നുണ്ട്. ഡിലേ ആവുന്ന പറഞ്ഞാൽ ഒരു മിനിറ്റ്. ഇപ്പൊ ടിക്ക് ആവുന്നുണ്ടോ? കാണുന്നുണ്ടോ? യെസ് സാർ. ഓക്കെ, അപ്പം പിന്നെ ഇങ്ങനെ എടുക്കാം. അതേ പറ്റും. ഫുൾ സ്ക്രീനിലേക്ക് പോകുന്നില്ല.
ഫൈൻ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് m/i = σ/y = E/r എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ സർക്കിളിൽ ഹൈലൈറ്റ് ചെയ്തത്. അവിടെ സിഗ്മ എന്ന് പറയുന്നതായിരുന്നു എന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ സിഗ്മ നമുക്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയിരുന്നത്? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് പോലെ ഒരു ബീം, അവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, വേറൊരു റിയാക്ഷൻ ഉണ്ട്, പിന്നെ 2 ലോഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു ബെൻഡിങ് മൊമെന്റ് വരും. ഈ ബെൻഡിങ് മൊമെന്റ് ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, സിഗ്മ എന്ന് പറഞ്ഞൊരു ഫ്ലെക്ചറൽ ഫോർമുലയിൽ ഇടുമ്പം ഈ ബെൻഡിങ് മൊമെന്റ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ മൊമെന്റ് ആണ് ഫ്ലെക്ചറൽ ഫോർമുലയിൽ എങ്ങോട്ടേക്ക് എടുക്കുന്നത്? അതായത് ഓക്കെ. ഇനിയും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കൂടാതെ ഇവിടെ വേറെ എന്തുണ്ട്? വേറൊരു പർട്ടിക്കുലർ കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഈ പർട്ടിക്കുലർ ഫിഗറിൽ തന്നെ ഈ ഒരു പർട്ടിക്കുലർ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് ഷിയർ ഫോഴ്സ് ആണ് അല്ലേ? SF എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷിയർ ഫോഴ്സ്. അപ്പൊ ഈ ഷിയർ ഫോഴ്സ് കാരണം ഈ പർട്ടിക്കുലർ ബീമിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അതെന്ത് സ്ട്രെസ് ആയിരിക്കും? പറയാമോ? ഞാൻ എഴുതുന്ന കാണാമോ? അതോ ഞാൻ പറയുന്നതും കേൾക്കുന്നില്ല, എഴുതുന്നതും കേൾക്കുന്നില്ല? അങ്ങനെ എഴുതുന്നതും കാണുന്നില്ല. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഷിയർ ഫോഴ്സ് കൊണ്ട് ഈ പർട്ടിക്കുലർ ബീമിൽ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ് എന്താണ്? അതാണ് ഷിയർ സ്ട്രെസ്. ഓക്കെ. അപ്പൊ ഈ ഷിയർ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്. നമ്മൾ നേരത്തെ ടോർഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഇക്വേഷനകത്ത് ഒരു മിനിറ്റ്, ടോർഷൻ ഇക്വേഷനകത്ത് ടോർഷൻ ഇക്വേഷൻ എന്തായാലും ഓർമ്മയുണ്ടോ? T/J = τ/r പിന്നെന്തായിരുന്നു? G∅L അല്ലേ? അപ്പൊ ഇവിടെ ഈ ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടുണ്ടാവുന്നതാണ്? ഈ ടോ ഇവിടെ ഉണ്ടാവുന്ന ട്വിസ്റ്റിംഗ് മൊമെന്റ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കാണ്. ഞാൻ ഇനിയിപ്പോ പറയാൻ പോകുന്ന അതൊരു ഷിയർ സ്ട്രെസ് ആണ് ഇല്ലേ? ഇതും ഒരു ഷിയർ സ്ട്രെസ് തന്നെയാണ് അല്ലേ? പക്ഷെ ഈ ഷിയർ സ്ട്രെസ് ഒരു ട്വിസ്റ്റിംഗ് മൊമെന്റ് വരുമ്പം ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ബീമിൽ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബീമിൽ ഉണ്ടാവുന്ന പോയിന്റ് ലോഡ്, അതായത് ഇവിടെ ഒരു പോയിന്റ് ലോഡ് വരും, ഇവിടെ വേണമെങ്കിൽ ഒരു പോയിന്റ് ലോഡ് വരാം, അല്ലെങ്കിൽ ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ് വരാം. ഇതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്, അതാണ് അവിടുത്തെ ഷിയർ സ്ട്രെസ്. ഐഡിയ കിട്ടിയോ? അവിടുത്തെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ലോഡ്സ് കൊണ്ടുണ്ടാവുന്നതാണ്. ഇതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ. മനസ്സിലായോ? ഓക്കെ, ഫൈൻ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല നമ്മൾ ആദ്യം, ഞാൻ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല, ആദ്യം ഫോർമുലയിലേക്കാണ്. ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ ഫോർമുലയിലെ ഓരോ പാരാമീറ്റർ എന്താണെന്ന് നമുക്കറിയണേ. അപ്പോൾ നമ്മൾ ഇനിയും ഫോർമുലയിലേക്ക് പോവാണ്. ഫോർമുലയിൽ ആദ്യത്തെ പാരാമീറ്റർ നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രെസ് ഡ്യൂ ടു ദ ഷിയർ ഫോഴ്സ് ആക്ടിങ് ഓൺ a simply supported beam loaded with point loads, or the stress due to the shear force acting on a cantilever beam due to UDL or point loads. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ you have to use this particular equation, τ = F/IB × A × y bar. അതെന്താണെന്ന് പറഞ്ഞു തരാം. ഇവിടെ ആദ്യത്തെ ടേം എടുക്കാം. ടോ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാമോ?
ടോ യെസ്, ഷിയർ സ്ട്രെസ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഷിയർ സ്ട്രെസ് ആണ് ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്കറിയാം. ഇനി രണ്ടാമത്തെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ്, എക്സാക്ട്ലി, അതും അറിയാം. ഫൈൻ. ഇനിയും ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ഈ 3 കാര്യങ്ങളും നമുക്കറിയാം. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് ഏരിയ എത്ര എടുക്കണം, വൈ ബാർ എന്താണ്, ബി എന്താണ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി കൊടുത്തിട്ടുണ്ട് ഷിയർ സ്ട്രെസ് ഇൻ റെക്ടാങ്കുലർ സെക്ഷൻസ്. അപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഓർത്തോണം, നമ്മൾ ഇങ്ങനൊരു ഡയഗ്രാമാണ് എപ്പോഴും വരയ്ക്കുന്നത്. ഇത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്രോസ് സെക്ഷൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനനുസരിച്ച് എന്താകും? ഇതാണ് ക്രോസ് സെക്ഷൻ. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നില്ലേ, ഇതാണ് ഇതിന്റെ ക്രോസ് സെക്ഷൻ. ഇതിപ്പോ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആവാം, അല്ലെങ്കിൽ എന്താവാം, ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ആവാം, അല്ലെങ്കിൽ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആവാം. ഈ രണ്ട് സൈഡിലും ഈക്വൽ എന്നുള്ള രീതിയിൽ വരച്ചിട്ട് സ്ക്വയർ ക്രോസ് സെക്ഷൻ കൊടുക്കാം. അപ്പൊ ഈ ക്രോസ് സെക്ഷൻ അനുസരിച്ച് എന്ത് മാറും? ഇവിടെ ഐ ആണോ എഫ് ആണോ മാറുന്നത്? ഐ മാറും അല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്രോസ് സെക്ഷൻ ആണ്. സർക്കുലർ ക്രോസ് സെക്ഷൻ നമുക്കറിയാം πd⁴/4/64 ആണ്. റെക്ടാങ്കുലർ സെക്ഷൻ BD³/12 ആണ്. അതേപോലെ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഉണ്ട്, അതെനിക്ക് തോന്നുന്നു BD³/6 അങ്ങനെ എന്തുമാണ്. അപ്പം അതേപോലെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനും അല്ല ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഓരോന്നിനും ഓരോ എന്താണ്, ഐ ആണ്. ഇനി നമുക്ക് എ എന്താണെന്നും വൈ ബാർ എന്താണെന്നും ബി എന്താണെന്നും നോക്കാം. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ നോക്കണേ. ഇതൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തിട്ടുള്ളത്? നിങ്ങളിപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബീം വന്നു കഴിഞ്ഞാൽ ഈ ക്രോസ് സെക്ഷൻ ആണ് ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ കാണുന്നത്. ഇവിടെ ഉള്ള ഈ ക്രോസ് സെക്ഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഡെപ്തും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്ത്തും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ഈ നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കോ, നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ റെക്ടാങ്കുലർ സെക്ഷൻ തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: എ റെക്ടാങ്കുലർ സെക്ഷൻ, എ ബീം വിത്ത് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഈസ് ലോഡഡ് വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെന്റർ. അല്ലെങ്കിൽ എ ബീം വിത്ത് റെക്ടാങ്കുലർ, ബീം എന്ന് പറയില്ല, എ കാൻഡിലിവർ ബീം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയും. അപ്പൊ കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞാൽ ഒരു എൻഡിൽ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ ബീം വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ബീം വരച്ചിട്ട് എന്ത് ചെയ്യണം? അതിന് 2 സപ്പോർട്ട്സ് കൊടുക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ 2 ബീമല്ലേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ അവിടെ ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ തന്നു, എന്നിട്ട് ചോദിക്കും എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ പോയിന്റ് ലോഡ് ആക്ടിങ് അറ്റ് ദ സെന്റർ, ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം ഈസ് റെക്ടാങ്കുലർ, കമ്പ്യൂട്ട് ദ ഷിയർ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ. അല്ലെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് തരും. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതറിയണമെങ്കിൽ നമ്മൾ ക്രോസ് സെക്ഷൻ എന്താണെന്നും അതിൻ്റെ പാരാമീറ്റേഴ്സ് അറിയണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് നേരത്തെ അപ്പം ഇവിടെ അറിയാവുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് അറിയാം, ഐ അറിയാം അല്ലേ? പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏതാണ് ഏരിയ നമ്മൾ എടുക്കുന്നതെന്നുള്ളത് അറിയണം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാൻ ഇവിടെ ഒരു ഹാച്ച് ചെയ്തിരിക്കുന്ന ഏരിയ, അതായത് ഈ ഏരിയയാണ് പറയാൻ പോകുന്നത്. ദിസ് വൺ, ഇത്ര ഒരു ചെറിയ ഏരിയ എടുത്തു. ഈ ഏരിയ എത്ര എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന B × D/2 - y ആണ്. B × D/2 - y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ പറഞ്ഞുതരാം. ഈ ഏരിയയുടെ ഈ പർട്ടിക്കുലർ ജോമെട്രിയുടെ ഇത്രയും ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെഡ്ത്ത് തന്നെയല്ലേ? ഇവിടെ തന്നിരിക്കുന്ന അതേ വാല്യൂ തന്നെയാണ് അല്ലേ? ഇനി ഇത്രയും ഇവിടെ തൊട്ട് ഈ ഒരു പോയിന്റ് തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് എത്ര പറയാം? d/2 2 ആണ്. d/2 ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? y ആണ്. സോ ഈ ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? d/2 മൈനസ് y. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഏരിയ, നമ്മൾ ഏത് ഏരിയ ആണോ എടുക്കുന്നത്, നമ്മളിപ്പോൾ ഇത്ര ചെറിയൊരു ഏരിയ അല്ലേ എടുത്തത്, അപ്പോൾ ആ ഏരിയയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? b × d/2 മൈനസ് y. ഐഡിയ കിട്ടിയോ? ഐഡിയ? ഇനി അപ്പൊ ഏരിയ നമുക്ക് കിട്ടി. ഏരിയ നമ്മൾ ഏത് സെക്ഷൻ ആണെന്നോ പറയുന്നത്. ഇപ്പൊ ഏരിയ കുറച്ചുകൂടെ വലുതാക്കി ഇത്ര എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ഇത്രയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ശരി. അപ്പൊ ഇനി ഇവിടെ നമുക്കിനി y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഒന്ന് ക്ലിയർ ആയിട്ട് അറിയാം. ഈ n ഇവിടെ n എന്തായിരുന്നു? ഇത് n, ഇത് n-ഉം a-യും NA എന്താന്ന് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ട്? ന്യൂട്രൽ ആക്സിസിൽ ഒരു ചേഞ്ചും ഇല്ല. ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചേഞ്ചും സംഭവിക്കാത്ത ലെയറിനെയാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പർട്ടിക്കുലർ ജോമെട്രിയുടെ നമ്മൾ നേരത്തെ പഠിച്ചു ഇല്ലേ? ന്യൂട്രൽ ആക്സിസ് ഓരോ ജോമെട്രിക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ y ബാർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ ജോമെട്രി ഏത് ഏരിയ ആണോ കൺസിഡർ ചെയ്തിരിക്കുന്നത് അതിന്റെ സെന്ററും ന്യൂട്രൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? y ബാർ. അപ്പൊ ഇവിടെ y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഡിസ്റ്റൻസ് ഓഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഈ പർട്ടിക്കുലർ ഏരിയയുടെ സെന്റർ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇതിന്റെ ഏരിയയുടെ സെന്റർ എടുക്കാൻ കാരണം എന്താ? ഈ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ഷേപ്പാ? ഇതും റെക്ടാങ്കിൾ ആണ് അല്ലേ? അപ്പൊ ഈ ഏരിയയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിന്റെ നടുക്ക് കിടക്കും ഇല്ലേ? അപ്പൊ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഏരിയ, ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ. അതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഫ്രം ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇത്. ഓക്കെ, NA എന്ന് കൊടുക്കാമേ. അതിനെയാണ് എന്ത് പറയുന്നത്? y ബാർ. അപ്പൊ y ബാർ നോക്കിയേ. y ബാർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് y ബാർ ഈക്വൽ ടു എന്ത് വന്നു? ഡിസ്റ്റൻസ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിൽ ഇത്രയും ഡിസ്റ്റൻസ് എത്ര? ഈ ഡിസ്റ്റൻസ് y. അത് നമുക്കറിയാം, അത് y ആണ്. ഓൾറെഡി y അറിയാം. y പ്ലസ് പിന്നെന്താണ്? ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. എത്രയായിരുന്നു? d/2 മൈനസ് d/2 മൈനസ് y. എക്സാക്ട്ലി, d/2 മൈനസ് y എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ഇനി അപ്പൊ എന്ത് ചെയ്യും? y-ന്റെ കൂട്ടത്തില് d/2 മൈനസ് y ആഡ് ചെയ്തു. അതിന്റെ കൂടെ എന്ത് കൊടുക്കണം? ഡയറക്ട്ലി d/2 മൈനസ് y എന്ന് പറഞ്ഞാൽ ഇങ്ങ് മുകളിലെത്തും. അതിന്റെ പകുതി എടുത്താൽ മതി. ഓക്കെ, ഇത് നോക്കണ്ട. ഇതിന്ന് എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവസാനത്തെ ഇക്വേഷൻ ആണ്. നിങ്ങൾ ഈ മെത്തേഡിൽ പഠിച്ചാൽ മതി. അതായത് y ബാർ എന്താണ്? y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് ഏരിയ കൺസിഡേർഡ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. മനസ്സിലായോ? പറഞ്ഞു. മനസ്സിലായെന്നു പറഞ്ഞു? അതോ ഡൗട്ട് ഒന്നുണ്ടെന്നാണോ? മനസ്സിലായി. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മള് y ബാറും കിട്ടി. അപ്പൊ നമ്മൾ നേരത്തെ ഇക്വേഷനിലേക്ക് പോവാണ്. നേരത്തെ ഉള്ള ഇക്വേഷനിനകത്ത് നമുക്ക് f അറിയാം, i അറിയാം. ഇപ്പൊ നമുക്ക് എന്തറിയാം? a അറിയാം അല്ലേ? a എന്താണെന്ന് മനസ്സിലായി. y ബാർ എന്താന്ന് മനസ്സിലായി. ഇനി b എന്താ? b എന്തായാലും അറിയാം. b എന്താന്ന് മനസ്സിലായോ?
ഈ ഫിഗറിൽ തന്നെ ബി നോക്കിക്കേ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷന്റെ ബ്രെഡ്ത്ത് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ് സർ, ഓക്കെ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി നമ്മൾ ഫൈനലി ഇപ്പോൾ ഇത് സിലബസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. എന്ത് കിട്ടി? ടോ ഈക്വൽ ടു എഫ് ബൈ ഐ ബി ഇൻറ്റു ടോ ഈക്വൽ ടു എഫ് ബൈ ഐ ബി ഇൻറ്റു എ ഇൻറ്റു വൈ ബാർ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചെറിയ ഒരു ഏരിയ എടുത്തില്ലേ, ആ ഏരിയയുടെ വൈ ബാറിന് പകരം നമ്മൾ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോബ്ലം അല്ല. ഇതിപ്പം ഇതിനകത്ത് എന്തിനാണ് ഈ വൈ ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ പ്രൊഫൈൽ ഇവിടെ, ഈ ഒരു പർട്ടിക്കുലർ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഈ റൈറ്റ് സൈഡിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇന്റർവ്യൂവിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള സൈഡ് വ്യൂ ആണോ സർ? ഏയ് സൈഡ് വ്യൂ അല്ല. സൈഡ് വ്യൂ എങ്ങനെയാ ഇതിന്റെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ എന്താ ഇങ്ങനല്ലേ? റെക്ടാങ്കുലർ ബീം ഇങ്ങനല്ലേ വരുന്നത്? അപ്പൊ സൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ? ഈ സാധനം തന്നെയല്ലേ സൈഡ് വ്യൂ? യെസ്. അപ്പൊ പിന്നെ ഇതെന്തായിരിക്കും? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ക്ലൂസ് ഉണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്താ എഴുതിയിരിക്കുന്നേ? കാണാമോ നിങ്ങൾക്കത്? ടോമാക്സ്. ഓക്കെ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്ന പോയിന്റ് ഇതും മിനിമം ഷിയർ സ്ട്രെസ് വരുന്ന പോയിന്റ് ഇതുമാണ്. അപ്പൊ അതിന്റെ മീനിങ് വേരിയേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് എലോങ് ദ ഡെപ്ത് ഓഫ് ദ റെക്ടാങ്കുലർ ബീം ആണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഷിയർ സ്ട്രെസ് ഇല്ല, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇത്രയുമാണ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇത്രയുമാണ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇത്രയുമാണ്. അങ്ങനെ കൂടി എന്ത് വന്നു? മാക്സിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ. അതേപോലെ ഇപ്പുറത്തേക്ക് എടുത്താലും ഷിയർ സ്ട്രെസ് എന്താണ്? വേരിയേഷൻ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഓരോ പോയിന്റിലെയും ഷിയർ സ്ട്രെസിന്റെ വേരിയേഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ ഏറ്റവും ഫ്രണ്ട് എൻഡിൽ നിന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ പാരാബോളിക് പ്രൊഫൈൽ. അപ്പൊ ഇതെന്താണ് കാണിക്കുന്നത്? ദ വേരിയേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് അക്രോസ് ദിസ് പർട്ടിക്കുലർ ക്രോസ് സെക്ഷന്റെ ഡെപ്തിൽ. മനസ്സിലായോ ഇത്? ഓക്കെ ആണോ? ആണെങ്കിൽ ഞാൻ ആ ഫോർമുലയിലേക്ക് പോവാം, ഫൈനൽ ഫോർമുല. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറ. ഇല്ല ഓക്കെ ആണോ? യെസ് സർ, ഓക്കെ. ഓക്കെ. അപ്പൊ ഞാനിവിടെ ഈ ഒരു പർട്ടിക്കുലർ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് ഇപ്പൊ ഇവിടെ. ഇത് സ്ക്രീൻ കാണാമോ? ഇപ്പം ഇല്ലാന്ന് തോന്നുന്നല്ലേ? കാണാമോ? ഏതാ ഇപ്പൊ കാണുന്നത് നിങ്ങള്? പഴയ സ്ക്രീൻ നേരത്തെ. ഞാനിപ്പോ പുതിയ സ്ക്രീനിലേക്ക് മാറി, അതാ ഞാൻ ചോദിച്ചത്. അതിനോട്ട് പോകണോ? കാര്യം ചെയ്യുന്നല്ലേ, സ്ക്രീൻ ഷിഫ്റ്റ് ചെയ്യാൻ. ഒരു മിനിറ്റ്. ഈ ഇക്വേഷൻ കാണാമോ ഇപ്പം? കാണാം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ നോക്കിക്കേ. അപ്പൊ ഇവിടെ ഇനി നമ്മൾ ഇവിടെ കണ്ടോ?
എഫ് ബൈ ഐ ബി ടോ ഈക്വൽ ടു എഫ് ബൈ ഐ ബി ഇൻറ്റു എ ഇൻറ്റു വൈ ബാർ. എഫ് ആസ് ഇറ്റ് ഈസ് എഫ് അതേപോലെ ഇട്ടു. എ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സംഭവം എന്തായിരുന്നു? ബി ഇൻറ്റു ഡി ബൈ ടു മൈനസ് വൈ. എക്ക് പകരം എന്തിട്ട് കൊടുത്തു? ബി ഇൻ ഡി ബൈ ടു മൈനസ് വൈ ഇട്ട് കൊടുത്തു. വൈ ബാറിന് പകരം എന്തിട്ട് കൊടുത്തു? ഡി ബൈ ടു പ്ലസ് വൈ ഇട്ട് കൊടുത്തു. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെക്ടാങ്കുലർ സെക്ഷൻ്റെ ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ബി ഡി ക്യൂബ് ബൈ 12. ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രെഡ്. അപ്പോൾ അതിട്ട് കൊടുത്തപ്പോൾ ടോ എന്ന് പറയുന്നതിൻ്റെ വേരിയേഷൻ എന്ത് കിട്ടി? 6. ഈ ഒരു പർട്ടിക്കുലർ ഫോർമുല ഇത് കാണാമെന്നും പഠിക്കണ്ട കേട്ടോ. 6f/bd³ d²/4 മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏതാണ് വേരിയബിൾ ആയിട്ടുള്ള പാരാമീറ്റർ? ഈ പർട്ടിക്കുലർ ഫൈനൽ ഇക്വേഷൻ ആണ്. ഏതാണ് ഇതിനകത്ത് വേരിയബിൾ ആയിട്ടുള്ളത്? ഷിയർ ഫോഴ്സ് ആണോ, ബി ആണോ, ഡി ആണോ, വൈ ആണോ? ഏതാണ് വേരിയബിൾ? ഉത്തരവില്ലേ? ഷിയർ ഫോഴ്സ്. അതെങ്ങനെയാ ഷിയർ ഫോഴ്സ് വേരി ചെയ്യുന്നത്? ഇപ്പം നമ്മളൊരു വൈ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ ഒരു പ്രോബ്ലത്തിൽ ഒരു ഷിയർ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേരി ചെയ്യുന്നുണ്ടോ? ഷിയർ ഫോഴ്സ് ഇത്ര 2 വാല്യൂ എന്നത് വേരി ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഞാൻ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ഇതിന്റെ ഡെപ്ത് ഡിയും ബ്രെഡ്ത്ത് ബിയും അത് വേരി ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് വേരി ചെയ്യുന്നത്? നമ്മൾ ഇവിടെ കൂടെ ഒരു ന്യൂട്രൽ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, നമ്മൾ ഏത് സെക്ഷൻ ആണോ എടുക്കുന്നത് ആ സെക്ഷന്റെ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ്, അതല്ലേ ആക്ച്വലി വൈ എന്ന് പറഞ്ഞ് നമ്മൾ മെഷർ ചെയ്തേ, ഇല്ലേ? അപ്പോൾ വൈക്കനുസരിച്ച് എന്ത് പറ്റും? ഷിയർ ഫോഴ്സ് വേരി ചെയ്യുന്നു. വൈയുമായിട്ട് എന്ത് ഡിപ്പെൻഡൻസിയാണ് ഷിയർ ഫോഴ്സിനുള്ളത്? ലീനിയർ ആണോ, സ്ക്വയർ ആണോ? സ്ക്വയർ. അപ്പൊ സ്ക്വയർ വേരിയേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കിട്ടിയത്? പരാബോളിക് വേരിയേഷൻ കിട്ടിയത്. അപ്പോൾ വേരിയേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് അക്രോസ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ഇറ്റ് ഈസ് പരാബോളിക്. അപ്പം ഞാൻ ചോദിക്കട്ടെ, എല്ലാ ക്രോസ് സെക്ഷനും പരാബോളിക് എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റുമോ ഇല്ലേ? ഉത്തരവില്ല. എടാ ഒന്ന് എന്തെങ്കിലും ഒന്ന് വാദം പറയണ ആരെങ്കിലും ഇല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? വേരിയേഷൻ, അതായത് ഇപ്പോൾ വേരിയേഷൻ ഓഫ്, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ കിട്ടിയത് മനസ്സിലായോ പാർട്ടിന്? എനിക്ക് വൈ ബാർ പറഞ്ഞത് കിട്ടിയില്ല, നെറ്റ് പോയായിരുന്നു. വൈ ബാർ എന്ന് പറയുന്നത്, ആ വൈ ബാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്നു. ഓക്കെ, ഈ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്നു. വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ സെക്ഷൻ. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. ഈ ക്രോസ് സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്? ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. അതാണ് വൈ ബാർ. അതാണ് ഞാൻ നേരത്തെ വൈ പ്ലസ് അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വരെ എന്താണ്? വൈ. ഇത്രയും ഡിസ്റ്റൻസ് വൈ. ഇത്രയും ഡിസ്റ്റൻസ് എന്തായിരുന്നു? d/2 മൈനസ് വൈ. ഓക്കെ ആണോ? ഓക്കെ സർ. അപ്പൊ d/2 മൈനസ് വൈയുടെ പകുതിയല്ലേ ഈ സെന്റർ? അതെ. അപ്പൊ y പ്ലസ് d/2 മൈനസ് വൈ, അത്രേ ഉള്ളത് വൈ ബാർ. അപ്പൊ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിനകത്ത് ഷിയർ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തുമായിട്ടാണ്? വൈയുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, വൈയുമായിട്ട് സ്ക്വയർ ഡിപ്പെൻഡൻസി ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ എന്ത് കിട്ടിയത്? പരാബോളിക് വേരിയേഷൻ കിട്ടിയത്. മനസ്സിലായോ?
അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്തെടുത്തു കേട്ടോ. This one. A simply supported wooden beam of span 1.6 meter having a cross section of 160 mm and 280 millimeter deep. ഇപ്പോൾ 160 mm വൈഡും 280 millimeter ഡീപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത് വെച്ചിട്ട്? റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ ബിയും ഡിയും എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബി തന്നിട്ടുണ്ട്, ദെൻ ഡി തന്നിട്ടുണ്ട്, ആൻഡ് ക്യാരീസ് എ ലോഡ് ഡബ്ല്യു, ഒരു സെൻട്രൽ ഒരു ലോഡും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു, അതായത് വുഡൻ സിംപ്ലി സപ്പോർട്ടഡ് വുഡൻ ബീം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വുഡൻ ബീം ആദ്യമേ വരയ്ക്കണം. മനസ്സിലുണ്ടാവണം ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്താണ്, റെക്ടാങ്കുലർ ആണ്, നടുക്ക് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഈ സംഭവം കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ ഇത് വരയ്ക്കാൻ പറ്റും. എന്നിട്ട് പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. 8 Newton/mm² ആണ് ഇത്. 8 Newton/mm². ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് കേട്ടോ. ഇൻ ബെൻഡിങ് ആൻഡ് 1.2 Newton/mm² ഇൻ ഷിയർ. രണ്ട് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഒന്ന് പെർമിസിബിൾ സ്ട്രെസ് ഇൻ ബെൻഡിങ് എന്ന് പറയുന്നത് 8ഉം പെർമിസിബിൾ സ്ട്രെസ് ഇൻ ഷിയർ എന്ന് പറയുന്നത് 1.2 തന്നിട്ടുണ്ട്. അപ്പോൾ ടോയും തന്നിട്ടുണ്ട്, സിഗ്മയും തന്നിട്ടുണ്ട് ഇല്ലേ? ബെൻഡിങ്ങിൽ 8ഉം ഇതിൽ ടോയും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സേഫ് ലോഡ് W എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ഏതൊക്കെ ഇക്വേഷൻസ് യൂസ് ചെയ്യും അറിയാമോ? നമ്മൾ പഠിച്ച 2 ഇക്വേഷൻസേ ഉള്ളൂ. ഇത് ബെൻഡിങ്ങിലുള്ള സ്ട്രെസ്, ഇത് ഷിയർ സ്ട്രെസ്. സെക്ഷൻ മോഡുലസ് വരുന്ന ഇക്വേഷൻ, സെക്ഷൻ മോഡുലസ് അതായത് ഫ്ലക്ചറൽ ഫോർമുല M/I = σ/y = E/r ഉം പിന്നെ എന്ത് ചെയ്യും, ടോ = F/IB × A × y ബാറും യൂസ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ 2 ഫോർമുല, ഇതിപ്പോൾ ഞാൻ ഈ ഒരു പ്രോബ്ലം തന്നതിനകത്ത് 2 ഇക്വേഷൻസ് യൂസ് ചെയ്യാം, നമ്മൾ 2 ഇതിലും പഠിച്ചത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ 2 ഫോർമുലയും പ്ലഗ് ഇൻ ചെയ്ത് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, സേഫ് ലോഡ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ സേഫ് ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളപ്പോൾ ആദ്യം M/I = σ/y. M/I = σ/y എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ടേണിംഗ് മൊമെന്റ്, ബെൻഡിങ് മൊമെന്റ് അല്ലേ? അപ്പൊ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഉണ്ടാവുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ നേരത്തെയും ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ M/I = σ/y എന്ന് പറഞ്ഞ ഇക്വേഷൻ, അത് y എന്ന് പറഞ്ഞ എത്രയാണ് അത് പറയാമോ? y ഇവിടെ എത്രയാണ്? 140. ഓക്കെ, y 140, അതായത് 280ന്റെ പകുതി. മാക്സിമം ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിച്ച് വൈയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ M/I ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് W ഒരു വാല്യൂ കിട്ടും. ഓക്കെ ആണേ? അതേപോലെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷന് നമ്മൾ ടോ എന്ന് പറയുന്ന ഷിയർ ഫോഴ്സിന്റെ വാല്യൂ F/IB × A × y ബാർ എന്ന് എടുക്കണം. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ടോ മാക്സിമം കണ്ടുപിടിക്കണം. ടോ മാക്സിമം എന്ന് പറയുന്നത് എവിടെയായിരിക്കും?
ഞാനിപ്പോൾ നേരത്തെ ഒരു ഇക്വേഷൻ ഇപ്പോൾ കാണിച്ചില്ലേ, എവിടെ ഇക്വേഷൻ നമ്മൾ കാണിച്ചത്? ഇതാ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ, ബാക്കിയുള്ളതെല്ലാം റേസ് ചെയ്ത് കളയട്ടെ. ഈ ഇക്വേഷനിൽ ടോ മാക്സിമം എപ്പോഴായിരിക്കും പറയാമോ? സർ ഐ ബി മിനിമം ആയിരിക്കുമ്പോ ഏതാണ് IB മിനിമം ആയിരിക്കുമ്പോ ഐ ബിയോ? സർ വൈ മാക്സിമം ആണ്. എന്താ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ടോ മാക്സിമം ആവുന്ന എപ്പോഴാ? ഐയോ? ഐയും ബിയോ? സർ ബ്രെഡ്ത്തിന്റെ മീൻസ് ഡിനോമിനേറ്ററിന്റെ വാല്യൂ മിനിമം ആവുമ്പോഴാണോ? അങ്ങനെ എങ്ങനെയാ? ബിയും ഡിയും ഒക്കെ മാറുമോ? അതൊക്കെ കോൺസ്റ്റൻസ് അല്ലേ? ഒരു വൈ മാക്സിമം ആവുമ്പോ വൈ മാക്സിമം ആവുമ്പോ ടോ എങ്ങനെ? വൈ മാക്സിമം ആവുമ്പോ ടോ മാക്സിമം ആവും. അല്ല, ടോ കുറയും. അപ്പൊ മാക്സിമം ആവുന്ന എപ്പോഴാണ്? ടോ മാക്സിമം ആവുന്ന എപ്പോഴാണ്? അതാണ് എന്റെ ചോദ്യം. വൈ 0 ആവുമ്പം പോടാ, y ഈക്വൽ ടു d/2 വന്നു കഴിഞ്ഞാൽ ടോ ഈക്വൽ ടു 0 വരത്തില്ലേ? വൈ 0 ആവുമ്പോ y 0 ആകുമ്പോൾ എന്ത് പറ്റും? y ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോ എന്ന് പറയുന്നതിന്റെ വാല്യൂ ടോ മാക്സ് ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? y 0 ഇട്ടിട്ട് മാക്സിമം ടോ കണ്ടുപിടിക്കണം. അപ്പൊ ടോ മാക്സ് ഈക്വൽ ടു നിങ്ങൾ ബാക്കി ഈ പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പൊ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടല്ലേ? വൺ 1.2 തന്നിട്ടില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ടോ ഈക്വൽ ടു ഈ പർട്ടിക്കുലർ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്ത് എഫ് ആണ് ഇവിടുത്തെ എന്ത്? ഷിയർ ഫോഴ്സ്. കിട്ടിയോ? നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ആൻസർ ഒന്ന് ഇട്ടിരുന്നാൽ മതി ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. രണ്ടിലും എനിക്ക് തോന്നുന്നു ആൻസർ വേണമെങ്കിൽ നോട്ട് ചെയ്തോ. സേഫ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41.8 കിലോന്യൂട്ടൺ വരും കേട്ടോ. സേഫ് ലോഡ് എന്ന് പറഞ്ഞാൽ 41.8 കിലോന്യൂട്ടൺ. രണ്ട് മെത്തേഡിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആക്ച്വലി കുറവുള്ള ലോഡാണ് സേഫ് ലോഡായിട്ട് എടുക്കുക കേട്ടോ. ഷിയർ സ്ട്രെസ്സും വെച്ചും കാൽക്കുലേറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ ഇപ്പം? ഒരു മിനിറ്റ്, ഓക്കെ, നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയുക. ഇല്ലേ? ഓക്കെ, എന്നാ പിന്നെ ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരുടെയും ക്ലിപ്പ് പോയിരിക്കാൻ തോന്നുന്നു രാവിലെ തൊട്ട്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണേ. വേറെ ഡൗട്ടൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ സർ. ഓക്കെ, then okay, bye. Thank you, sir. താങ്ക്സ് സർ. Sir. താങ്ക് യു സാർ.